ടെക് സംബന്ധമായ വാർത്തകളും വിശേഷങ്ങളും പെട്ടെന്നറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കണിൽ കൂടി പ്രസ് ചെയ്യുക. ഹലോ നമസ്കാരം, എല്ലാവർക്കും ആക്ടർ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പേഴ്സൺ വീഡിയോ ഇടുന്നത് എന്ന്. ആണ് എല്ലാവർക്കും സ്കൂളും കോളേജൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. എനിക്കും തുടങ്ങി എൻ്റെ കോളേജ്. അതുകൊണ്ട് എനിക്കിങ്ങനെ വോയിസ് ഇൻ ചെയ്ത് വീഡിയോ ഇടാൻ സാധിക്കില്ല. ഇത് പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് കുറച്ച് എഡിറ്റ് ചെയ്ത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് ഫസ്റ്റ് ആൾക്ക് ഇങ്ങനത്തെ വീഡിയോ ആയതുകൊണ്ട് ധാരാളം പോരായ്മകൾ ഇതിലുണ്ടാവും. അതുകൊണ്ട് ദയവായി എല്ലാവരും ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് കിട്ടിയ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ട് ഓഗസ്റ്റ് 9 ഫ്രീഡം സെയിൽ എന്ന് പറഞ്ഞ ഒരു സെയിൽ നടത്തുകയാണ്. അതിൽ ധാരാളം നല്ല ഡീൽസൊക്കെ വരുന്നുണ്ട് ലാപ്ടോപ്പും മൊബൈലുകൾക്കും. അതിനെപ്പറ്റി വേറെ തന്നെ ഒരു വീഡിയോ ഓഗസ്റ്റ് 9 അന്ന് ഇടുന്നതായിരിക്കും. ഇന്നിപ്പെന്ന് വെച്ചാൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ഇപ്പോൾ ഓഗസ്റ്റ് 9 ആയിരിക്കും. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധാരാളം ഗെയിംസും കിട്ടാൻ ക്രെഡിറ്റ്സും ഒക്കെ നിങ്ങൾ ഭാഗ്യം പോലെ ഇരിക്കും അതിൽ നിന്ന് പ്രൈസ് കിട്ടുന്നത്. കുറച്ച് ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഉണ്ടാവും, കുറച്ച് ക്വിസൊക്കെ ഉണ്ടാവും ഫ്ലിപ്കാർട്ടിൻ്റെ വക. അതുകൊണ്ട് അതിലെല്ലാവരും പങ്കെടുക്കും. ഓക്കെ, അടുത്ത അപ്ഡേറ്റ് വെച്ചാൽ വാട്സപ്പിൽ ആഡ് വരുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ വാട്സപ്പ്. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് ഇതിന് ആഡ് വെച്ചുകൂടാ. അതുകൊണ്ട് ഇതിന് ആഡ് വരാൻ സാധ്യതയുണ്ട്. അടുത്ത അപ്ഡേറ്റിന് സ്റ്റാറ്റസ് എന്ന പോർഷനിലായിരിക്കും ഇതിൽ വരിക. കാരണം നിങ്ങൾ സ്റ്റാറ്റസ് കാണുമ്പോൾ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് നിങ്ങൾ എന്തായാലും നിങ്ങൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഒരിക്കലെങ്കിലും ഇട്ടിട്ടുണ്ടാവും സ്റ്റാറ്റസ്. നിങ്ങൾ സ്റ്റാറ്റസ് വേറെ വ്യക്തിയുടെ കാണുമ്പോൾ അതിൻ്റെ താഴെ തന്നെ ഒരു ആഡ് കാണുന്നതായിരിക്കും. അത് വേറെ നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് വരില്ല. സ്റ്റാറ്റസ് കാണുമ്പോൾ മാത്രമേ ഈ ആഡ് വരികയുള്ളൂ എന്ന് കമ്പനി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ വാട്സപ്പ് വെബിൽ നിന്നാണ്. കാരണം ഈ വാട്സപ്പ് മൊബൈലിനെ മാത്രമാണ്, ഫോണുകൾക്ക് മാത്രമാണ് ധാരാളം അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കൊടുത്തുകൊണ്ടിരുന്നത് തന്നെ ഫേസ്ബുക്ക് ഇത് ഭാഗ്യത്തിന് ശേഷമാണ്. അതായത് അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ വാട്സപ്പ് എപ്പം ലേസി ആയിരുന്നു, ധാരാളം ലേസി ആയിരുന്നു. കുറേ കഴിഞ്ഞാൽ മാത്രം കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടിയില്ല. ഇപ്പോൾ ധാരാളം അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, പുതിയ ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ രംഗത്തിറങ്ങുന്നത് വാട്സപ്പ് വെബിനാണ്. വാട്സപ്പ് വെബിൽ ധാരാളം അവർ അപ്ഡേറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ അവർ ആദ്യത്തെ പ്രൈമറി അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അവർ ബഗ് ഫിക്സ് ചെയ്യാൻ കൊടുക്കുകയാണ് അപ്ഡേറ്റ്. രണ്ടാമെന്ന് വെച്ചാൽ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് കമ്പാബിലിറ്റി ഇഷ്യൂസ്, iOS ആയിട്ട് ചെറിയ ഇഷ്യൂസ് ഉണ്ട് അത്. പിന്നെ രണ്ടാമത് വരുന്ന സ്റ്റിക്കേഴ്സും ഗിഫ്റ്റ്സും ഒക്കെ വാട്സാപ്പ് വെബിൽ വരുന്നുണ്ട് ഈ അടുത്ത അപ്ഡേറ്റ്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ PS4 ഗെയിമുകൾക്ക് ഇന്ത്യയിൽ പ്രൈസൊക്കെ ഡ്രോപ്പായി വരികയാണ്. കാരണം 1400 രൂപക്കാണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ഗെയിമൊക്കെ വന്നത്. 1400 999 രൂപയുടെ ഇടയിലാണ് ഇപ്പോൾ ഗെയിം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഡ്രൈവ് ക്ലബ് എന്ന് പറഞ്ഞ ബ്ലഡ് ബോൺ എന്ന് പറഞ്ഞൊക്കെ ടോപ്പ് ഗെയിംസ് ആണ് PlayStation 4. അതൊക്കെ ഇപ്പോൾ 1400 രൂപയ്ക്ക് ഇടയിൽ താഴെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഗാലക്സി നോട്ട് 9 പറ്റിയാണ്. ഓഗസ്റ്റ് 8 ഇതിൻ്റെ റിലീസ്. വിവോ ഓപ്പോ പോലുള്ള കമ്പനികളിലൊക്കെ പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവന്നുകൊണ്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫീച്ചർ നമുക്ക് ഈ ഗാലക്സി നോട്ട് 9 പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ് വിവോയിൽ നിന്നാണ്. വിവോ ഇൻഡിപെൻഡൻസ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സെയിൽ നടത്തുകയാണ്. വിവോ നമ്മുടെ ഓഗസ്റ്റ് 15 പ്രമാണിച്ചിട്ട് വിവോ ഇൻഡിപെൻഡൻസ് സെയിൽ നടത്തുകയാണ്. ഓഗസ്റ്റ് 7 to ഓഗസ്റ്റ് 9 ഈ സെയിൽ നടത്തുക at 12 o'clock. ഫ്ലാഷ് സെയിലായിരിക്കും. അത് ഷാർപ്പ് ടൈം 12 o'clock ആണ്, 12 മണി ഷാർപ്പ് ടൈം ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ 1947 രൂപയ്ക്ക് വിവോ നെക്സ് നമുക്ക് സ്വന്തമാക്കാം. അതുപോലെ തന്നെ ധാരാളം ഡിവൈസുകളും ഒപ്പം 72 രൂപയ്ക്ക് അവരുടെ ഇയർഫോണോ അല്ലെങ്കിൽ USB വയറോ നമ്മൾക്ക് കിട്ടും. ഇത് ഓൺലൈൻ മാത്രമല്ല, ഫ്ലിപ്കാർട്ട് മാത്രം അവരെ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിലല്ല, ഇവർ വിവോ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും മിക്കവാറും ഇതിൻ്റെ സെയിൽ. പിന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിങ്ങൾക്ക് 4000 രൂപ വരെ ഓപ്പോ നെക്സ് എന്ന ഡിവൈസുകൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും. അടുത്തത് ജിയോയിൽ നിന്നാണ്. ജിയോ ഡിജിറ്റൽ പ്ലാൻ വന്നിട്ടുണ്ട്. അതായത് സെലക്റ്റഡ് യൂസേഴ്സിന് മാത്രം 2 GB ഡാറ്റ വെച്ചിട്ട്
പെർ ഡേ 2 GB ഡാറ്റ വെച്ചിട്ട് ചില യൂസേഴ്സിന് കൊടുക്കുന്നുണ്ട് ജിയോ. അതുകൊണ്ട് എല്ലാവരും അവരുടെ മൈ ജിയോ ആപ്പിൽ പോയി മൈ പ്ലാൻസ് സെർച്ച് ചെയ്ത് നിങ്ങളുടെ പ്ലാനിൽ 2 GB ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ആഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കൺഫേം ചെയ്യാൻ മറക്കരുത്. കാരണം ഇത് ജിയോ അനൗൺസ് ചെയ്യാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യേണ്ടതാണ്. അത് എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് ലെനോവിൽ നിന്നാണ്. ലെനോവോ ആയിരിക്കും ആദ്യത്തെ 5G ഫോൺ ഇറക്കുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 855 വെച്ചിട്ട്. സ്നാപ്ഡ്രാഗന്റെ ആദ്യത്തെ ചിപ്സെറ്റ് ആയിരിക്കും 5G സപ്പോർട്ടിംഗ് ഫ്ലാഗ്ഷിപ്പ് സ്നാപ്ഡ്രാഗൺ 855 SoC. അതുകൊണ്ട് ലെനോവോ Z5 ഇറക്കിയപ്പോൾ തന്നെ അവരുടെ റെപ്യൂട്ടേഷൻ കംപ്ലീറ്റ് പോയതാണ്. ഇനി മാക്സിമം അവർ ഇതിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. ദുഡായ്പാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലാണോ എന്ന് നമുക്കിത് 2019 വരെ കാത്തിക്കേണ്ടി വരും. പിന്നെ അടുത്ത അപ്ഡേറ്റ് ഹുവാവിൽ നിന്നാണ്. ഹുവാവിയുടെ 5G സ്മാർട്ട് ഫോൺ അവരുടെ 4G സ്മാർട്ട് ഫോണിനേക്കാൾ 2 ഇരട്ടി ബാറ്ററി എനർജി കൺസ്യൂം ചെയ്യുമെന്ന് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്പെഷ്യൽ കൂളിംഗ് ഡിവൈസ് ഹാർഡ്വെയർ ആയിരിക്കും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ വേറൊരു കമ്പനിയായിട്ട് ഡീൽ ആക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഹാർഡ്വെയറിനെ പറ്റി കോപ്പർ കൂളിംഗ് ഹാർഡ്വെയർ ആയിരിക്കും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനലിൽ ആദ്യത്തെ വിസിറ്റ് ആണെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ആ ബെൽ ഐക്കണിൽ കൂടി പ്രസ് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. ഗുഡ് ബൈ.